ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കോൺസെപ്റ്റ് മലയാളം. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്റർജെക്ഷനെ പറ്റിയാണ്. വാട്ട് ഈസ് ആൻ ഇന്റർജെക്ഷൻ? ഇൻ വിച്ച് സിറ്റുവേഷൻസ് വി യൂസ് ആൻ ഇന്റർജെക്ഷൻ? നമുക്ക് സമഗ്രമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. സോ ഇന്റർജെക്ഷനെ പറ്റി എല്ലാം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കൂടെ അറിയാം. പാർട്സ് ഓഫ് സ്പീച്ചിലെ അവസാനത്തെ ഡിവിഷനും കൂടെയാണ് നമുക്ക് ഈ ഒരു ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ വീഡിയോയിൽ കൂടെ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് നമുക്കിവിടെ തീരുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ക്ലാസ്. ഈ സെന്റൻസസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ, വാട്ട് ആർ യു ഡൂയിങ് ദർ? ഹലോ, താങ്കൾ അവിടെ എന്ത് ചെയ്യുകയാണ്? അലാസ്, ഷീ ഈസ് ഡെഡ്. അയ്യോ, അവൾ മരിച്ചുപോയി. ഹറ, വി ഹാവ് വൺ ദ ഗെയിം. ബേഷ്, നമ്മൾ ഈ കളി ജയിച്ചിരിക്കുന്നു. Have they gone? അവർ പോയോ? I got such a fright. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. Hush, don't make a noise. Hush, ശബ്ദം ഉണ്ടാക്കാതിരിക്കൂ. അപ്പം ഈ സെന്റൻസുകളിലൊക്കെ നമ്മൾ നോക്കിയ പദങ്ങൾ ഹലോ ആണെങ്കിലും ഹറ ആണെങ്കിലും അലാസ് ആണെങ്കിലും എന്നുപയോഗിച്ച വാക്കാണെങ്കിലും എന്നുപയോഗിച്ച വാക്കാണെങ്കിലും ഹഷ് എന്നുപയോഗിച്ച വാക്കാണെങ്കിലും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഒരു എക്സ്ട്രീം അല്ലെങ്കിൽ ഒരു സഡൻ ആയിട്ടൊരു ഒരു ഫീലിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയൊക്കെ. സോ ഇപ്പം നമ്മൾ പറഞ്ഞ ഹറ, അല്ലെങ്കിൽ ഹഷ് എന്നുള്ള വാക്കുകൾ, അലാസ്, ഹറ, ഈ വാക്കുകളൊക്കെയാണ് നമുക്ക് ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം, എക്സ്ട്രീം ആയിട്ടുള്ള ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുന്ന ഇന്റർജെക്ഷൻസ്. ഹസ, ഹറ എന്നുള്ള വാക്കുകളൊക്കെയാണ്. ഹറ ആൻഡ് ഹസ എന്നുള്ള ഈ വാക്കുകളാണ് നമ്മൾ കൂടുതലായിട്ടും ഒരു സന്തോഷം. യിപ്പി ഇങ്ങനത്തെ വാക്കുകളും ഉണ്ട്. നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർജെക്ഷൻസ് ആണ്. ഹറ, വി ഹാവ് വൺ ദ ഗെയിം. അപ്പം സബാഷ് അല്ലെങ്കിൽ ബേഷ്, നമ്മളെ കളിയിൽ ജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. So these are the interjections that express happiness. അതുപോലെ തന്നെ സങ്കടം, ഗ്രീഫ്, ഒരു എക്സ്ട്രീം സോറോയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇന്റർജെക്ഷനാണ് നമുക്ക് അലാസ്, അയ്യോ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ അലാസ് എന്നുള്ള ഈ ഒരു ഇന്റർജെക്ഷൻ. അലാസ്, ഷീ ഈസ് ഡെഡ്. അടുത്തതായിട്ട് ഒരു വേദന, നമ്മളൊരു വേദനയൊക്കെ അനുഭവിക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർജെക്ഷൻസ് ആണ് ഔച്ച് എന്നുള്ള ഈ ഒരു വാക്കുകൾ. ഇറ്റ് ഹാർട്സ്. അപ്പോൾ അയ്യോ, നമുക്കിതിനൊക്കെ മലയാളം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ഇന്റർജെക്ഷൻ്റെ ഒക്കെ ഒരു മലയാളം കോമൺ ആയിട്ട് അയ്യോ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കറക്റ്റ് ഇല്ലെങ്കിൽ പോലും ഏകദേശം ഇറ്റ് ഹാർട്സ്, അയ്യോ എനിക്ക് വേദനിക്കുന്നു, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഔച്ച്, ഇറ്റ് ഹാർട്സ്. ഔച്ച് എന്ന് പറഞ്ഞാൽ അയ്യോ എന്നൊരു ഇതിൽ തന്നെ ഒരു വേദന, ഒരു പെയിൻ ഒക്കെ എടുത്ത് നമ്മൾ പെട്ടെന്ന് ഔച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇന്റർജെക്ഷനാണ്. ഇനി നമുക്കൊരു ഡിസ്റ്റേസ്റ്റ് പറയാൻ വേണ്ടി, ഡിസ്റ്റേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമില്ലായ്മ രേഖപ്പെടുത്തുന്ന ഒരു ഇന്റർജെക്ഷൻസ് നോക്കാം. സോ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഒരു ഡിസ്റ്റേസ്റ്റ് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഇന്റർജെക്ഷൻസ് ആണ്. യക്ക്, ഊപ്സ് എന്ന ഒരുപാട് ഇന്റർജെക്ഷൻസ് ഉണ്ട്. ഇവയൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഒരു ഡിസ്റ്റേസ്റ്റ് അല്ലെങ്കിൽ ഒരു അൺപ്ലസന്റ് ആയിട്ടൊരു കാര്യം പറയാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓപ്സ്, ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്. ഷോ, അതൊരു തെറ്റായിരുന്നു. അപ്പോൾ നമുക്ക് മലയാളം ഷോ അങ്ങനെയൊക്കെ നമ്മൾ ചില എക്സ്പ്രഷൻസ് ഉപയോഗിക്കാറുണ്ട് മലയാളത്തിൽ, അല്ലേ? സോ അതൊക്കെയാണ് നമുക്കൊരു ഇന്റർജെക്ഷൻസ്. ഒരു ഡിസ്റ്റേസ്റ്റ് പറയാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഊപ്സ് ഉപയോഗിക്കാം. So these are the common generally used interjections. അതുകൂടാതെ നമുക്ക് ഇനിയും ഉണ്ട് സർപ്രൈസ്. ഒരു സർപ്രൈസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർജെക്ഷൻ ആണ് വാട്ട്, അതുപോലെ തന്നെ വാവ് ഒക്കെ. വാവ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡ്രസ്. വാവ്, ഇതൊരു സുന്ദരമായ ഡ്രസ്സാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളൊരു സർപ്രൈസ് ആണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വാട്ട് എ ബ്യൂട്ടി, എന്തൊരു സൗന്ദര്യമാണിത്. അല്ലെങ്കിൽ വാട്ട് എ സർപ്രൈസ്, എന്തൊരു സർപ്രൈസ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വാട്ട് ഉപയോഗിക്കുന്നത് ഒരു സർപ്രൈസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു സർപ്രൈസിങ് മൂമെന്റ്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ വാട്ട് ഉപയോഗിക്കുന്നു ഒരു
ഇന്റർജെക്ഷൻ ആയിട്ട്. സോ അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നമ്മളൊരാൾക്ക് ഷോക്ക് കൊടുക്കുന്നു, അവരറിയാതെ നമ്മളവർക്കൊരു ഷോക്ക് കൊടുക്കുകയാണ്, നമ്മൾ പുറകിൽ കൂടെ പോയിട്ട് പീഡിപ്പിക്കുകയൊക്കെ ചെയ്യാറില്ലേ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇന്റർജെക്ഷനാണ് ബു എന്ന് നമ്മൾ പേടിപ്പിക്കാറില്ലേ. ചെറിയ കുട്ടികൾ തൊട്ട് ബു എന്ന് പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കാറുണ്ടല്ലേ. ആൻഡ് ദാറ്റ് സിംഗിൾ വേർഡ് നമ്മൾ മലയാളത്തിലും പറയുന്ന ആ ബു എന്ന് പറയുന്ന വാക്ക് ഒരു ഇന്റർജെക്ഷൻ ആണ് ടു എക്സ്പ്രസ് എ സഡൻ സർപ്രൈസ്. സോ നമ്മൾ മലയാളത്തിൽ പോലും ഒരുപോലെ ഉപയോഗിക്കുന്ന ഈ വാക്ക് നമുക്ക് അയാൾ പോലും അറിയാതെ സർപ്രൈസ് കൊടുക്കുന്ന ഒരു ഇന്റർജെക്ഷൻ ആണ്. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർജെക്ഷൻ ആണ് ബ്രാവോ. ഒരാളെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇന്റർജെക്ഷൻ ആണ് ഈ ഒരു ബ്രാവോ എന്ന് പറയുന്ന ഇന്റർജെക്ഷൻ. ബ്രാവോ, യു ഹാവ് പ്ലേഡ് വെൽ. ബ്രാവോ എന്ന് പറയും ബേഷ് എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയുന്ന പോലെ ഒരു വാക്കാണ്. അപ്പോൾ അല്ലെങ്കിൽ അടിപൊളിയായി, ഓക്കെ, അതുപോലെയൊക്കെ പറയുന്ന പോലെ വി ആർ അപ്രിഷ്യേറ്റിംഗ് സമ്മൺ. നമ്മൾ എന്ത് പറയും? ബ്രാവോ, യു ഹാവ് പ്ലേഡ് വെൽ. സോ ഇതൊക്കെയാണ് നമുക്ക് ഇംഗ്ലീഷിലെ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. ഇന്റർജെക്ഷൻ എന്ന് പറയുമ്പോൾ when we have to express a sudden moment of surprise, whether it may be sorrow, it can be happiness, ഏത് ഫീലിംഗും ആയിക്കോട്ടെ, ആൻഡ് ഇഫ് ദാറ്റ് എക്സ്പ്രഷൻ ഈസ് എ സഡൻ ആൻഡ് എക്സ്ട്രീം, ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇന്റർജെക്ഷൻസ് നമ്മൾ കുറേ ഇന്റർജെക്ഷൻസ് നോക്കി, സ്റ്റാർട്ടിങ് ഫ്രം ദ ഹാപ്പിനെസ്, ഹറ, ഹസ എന്നുള്ള വാക്കുകൾ പോലെ, അതുപോലെ തന്നെ എക്സ്ട്രീം സോറോ അല്ലെങ്കിൽ ഗ്രീഫ് പറയുന്ന അലാസ് എന്ന് പറയുന്ന വാക്കുകൾ പോലെ, ആൻഡ് മൊറോവർ നമ്മൾ വേറെയും വാക്കുകൾ നോക്കി ഒരു അപ്രിഷിയേഷൻ കൊടുക്കുന്ന ബ്രാവോ എന്ന് പറയുന്ന വാക്ക് ഒരു പ്ലഷർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന യാ യുപി അല്ലെങ്കിൽ യാ ഐ ഗോട്ട് ഇറ്റ് എന്നൊക്കെ പറയുന്ന യാ എന്ന് പറയുന്ന ആ ഒരു വാക്ക്, ആൻഡ് ഡിസ്റ്റേസ്റ്റ് പറയുന്ന ഊപ്സ്, ആഗ്, യാക്ക് എന്ന് പറയുന്ന വാക്കുകൾ. സോ ഇതൊക്കെയാണ് നമുക്ക് ടോട്ടലി ഒരു ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കോമൺലി യൂസ്ഡ് ഇന്റർജെക്ഷൻസ്. സോ when you speak in good English, you should always try to use these interjections in your speech. നമ്മൾ മലയാളത്തിൽ കോമൺ ആയിട്ട് ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട്. അയ്യോ അല്ലെങ്കിൽ ഹ, അശോ എന്നങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വന്നു പോകുന്ന വാക്കുകളുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്റർജെക്ഷൻസ്. ഓക്കെ, ഇംഗ്ലീഷിലാവുമ്പോൾ അതിൻ്റെ പദങ്ങൾ മാറുന്നു, അത്രമാത്രം. സോ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആർട്ടിക്കിൾസ് ആണ്. സോ അടുത്ത വീഡിയോയിൽ ആർട്ടിക്കിൾസ് ആയിട്ട് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ.